ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിനാമൈസ് വ്ലോഗ്. അപ്പോൾ ഇന്ന് നമ്മളുള്ള മർമലല്ലി വാട്ടർഫാൾസിലാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഓക്ക്വുഡ് ഓയസിന് വിട പറഞ്ഞിട്ട് വാഗമൺ ഇല്ലോട്ടുള്ള ബാക്കി സ്ഥലങ്ങൾ മൊത്തം കാണാൻ വേണ്ടി പോയി. ഇന്ന് ഇത് പോകുന്ന വഴിയാണ് ഗൈസ്. ഇവിടെ തീരത്തോട്ടം കണ്ടപ്പോൾ ആ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടി നിർത്തി. അങ്ങനെ ഉള്ള ഫോട്ടോസ് വീഡിയോസ് എല്ലാം ഞങ്ങൾ എടുത്തു. ഇതാണ് ഫോട്ടോ വീഡിയോ. എങ്ങനെയുണ്ട്? ഞാൻ എടുത്തതാണ് ഗൈസ്. എങ്ങനെയുണ്ട്? അങ്ങനെ ഗൈസ് ഞങ്ങൾ ഇവിടെയൊക്കെ നിർത്തി. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ മെഡോസിലോട്ട് പോയി ഗൈസ്. അപ്പോൾ ഇതൊക്കെ തേയിലത്തോട്ടമാണ്. പിന്നെ ഞങ്ങൾ നേരെ മെഡോസിലോട്ടാണ് പോയത്. ഇവിടെ ഞങ്ങൾ കുറേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചും ചിരിച്ചും ഒക്കെ സ്പെൻഡ് ചെയ്ത് എന്നിട്ട് ഞങ്ങൾ ആകെ കുറച്ച് മുട്ടക്കുന്നിലൊക്കെ കയറിയുള്ളൂ. കുറേ മുട്ടക്കുന്ന് ഞാൻ കണ്ടായിരുന്നു, പക്ഷേ എന്നാലും കുറച്ച് മുട്ടക്കുന്നുകളൊക്കെ കയറിയുള്ളൂ. നല്ല ശാന്തമായ സ്ഥലമാണ് ഗൈസ് ഇവിടെ. അതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇവിടെ ഇരിക്കാനും ഫോട്ടോകളും വീഡിയോകളും ഒക്കെ എടുക്കാൻ നല്ല സുഖമാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ സൈക്ലിങ്ങിനുണ്ട്. അതായത് പിന്നെ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഉറപ്പായിട്ട് കിട്ടും. പിന്നെ ഞങ്ങൾ നേരെ പൈൻ ഫോറസ്റ്റിലോട്ടാണ് പോയത്. പൈൻ ഫോറസ്റ്റിൽ കുറേ കാര്യങ്ങളുണ്ട് നോക്കാനും കാണാനും ഒക്കെ. അവിടെ കുറച്ച് സമയം കൂടി നിങ്ങൾ സ്പെൻഡ് ചെയ്യണം, എന്നാലും നിങ്ങൾക്ക് അവിടുത്തെ മനോഹരത അറിയാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ മൊത്തം പൈൻസാണ്. ഇവിടെ എല്ലായിടത്തും പൈനാണ്. പിന്നെ ഞാനാണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ എന്തുവാണെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ അങ്ങോട്ട് പോയി നോക്കിയില്ല. ഞാൻ പോയിട്ട് ഇറങ്ങിയായിരുന്നു. അങ്ങനെ ഇവിടെ ഇറങ്ങുമ്പോഴൊക്കെ ഇവിടെ ഞാനൊരു കാര്യം കണ്ടായിരുന്നു. അതായത് ഇവിടെ നിന്ന് നമുക്ക് ഫോട്ടോ ഫ്രെയിം ചെയ്ത് നമ്മൾ ഏതെങ്കിലും ഫാമിലി ഫോട്ടോയിലും ഗ്രൂപ്പ് ഫോട്ടോയിലും എന്തായാലും അത് ഫ്രെയിം ചെയ്തിട്ട് അത് തരും. പിന്നെ ഞങ്ങൾ നേരെ പോയത് ടീ ലേക്കിലോട്ടാണ്. അങ്ങനെ ഞങ്ങൾ ടീ ലേക്കിൽ വന്നു. ടീ ലേക്കിൽ വന്നപ്പോൾ ഇവിടെ ഭയങ്കര മനോഹരമായ സ്ഥലമായിരുന്നു. ഞങ്ങൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. അതായത് ഇത് ഒരു കറക്റ്റ് 5 മണി 5:30 സമയമൊക്കെ ആയപ്പോഴത്തേക്കും ഇതൊക്കെ മഞ്ഞ് മൂടി. അത് ക്ലൈമറ്റ് നല്ലതാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഫോട്ടോകളും വീഡിയോകളും ഒക്കെ എടുക്കാൻ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാൻ ഭയങ്കര നല്ലൊരു ക്ലൈമറ്റ്, നല്ലൊരിത്. നിങ്ങൾ പോയപ്പോൾ അത് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു, നല്ലൊരു പ്ലേസ് ആയിരുന്നു. അവിടെ തന്നെ പിന്നെ ബോട്ടിംഗ് ഉണ്ട്. ബോട്ടിങ് നമുക്ക് സ്വന്തമായിട്ട് പെഡൽ ബോട്ടുകളുണ്ട്. പിന്നെ അവിടെ തന്നെ ഞങ്ങൾ കുഞ്ഞൊരു കാര്യം കണ്ടായിരുന്നു. അതായത് ഇവിടെ ആമ്പലുണ്ട് ഗൈസ്. ബ്ലൂ ആമ്പലാണുള്ളത്. അപ്പോൾ ഇതൊക്കെ കണ്ട് ഞങ്ങൾ ബോട്ടിംഗ് നടത്തി. ഇത് കുറേ ഉണ്ട് കേട്ടോ ആമ്പൽ, പക്ഷെ അങ്ങോട്ട് കയറ്റി വിടത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ കുറച്ചൊക്കെ കണ്ടോളൂ. പക്ഷേ അത് നോക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, അത് ഈ വീഡിയോയിൽ കൂടെ നോക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അത് പിങ്കാണ്. ശരിക്കും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അറിഞ്ഞാൽ അത് ബ്ലൂ തന്നെയാണ്. പിന്നെ ഞാൻ എടുത്തൊരു വീഡിയോ ആണ് ഗൈസ്. ഇതെങ്ങനെയുണ്ട്? ഞാൻ ഇങ്ങനെ നടന്നു പോകുന്നൊരു വീഡിയോ ആണ്. ഞാൻ ടീ ലേക്കിൻ്റെ ആ ബ്രിഡ്ജിൽ കൂടി നടന്നു പോകുന്നൊരു വീഡിയോ ആണ്. അവിടെ ചെറിയൊരു വീടുണ്ട്. പിന്നെ അതും കഴിഞ്ഞ് ഈ ബ്രിഡ്ജും കഴിഞ്ഞ് പോയാൽ അവിടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനുള്ള കുറേ സ്പേസുകളുണ്ട്. ഇനി ഈ സ്ഥലം നിങ്ങൾക്ക് നല്ല മാതിരി കാണാൻ ഒരു കറക്റ്റ് 5 മണിയൊക്കെ ആകുമ്പോൾ 6 മണിയാകുമ്പോഴത്തേക്ക് ഇത് ക്ലോസ് ചെയ്യുമ്പോൾ എല്ലാവരും പോകണം. 5:30 ആകുമ്പോഴത്തേക്ക് നിങ്ങൾ വരണം. ഇത് 5:30 ആയപ്പോഴത്തേക്ക് ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വരും. 5:30 ആകുമ്പോഴത്തേക്ക് ബോട്ടിങ് ക്ലോസ് ആകും. അതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ ചിൽഡ്രൻസ് പാർക്കും കൂടിയുണ്ട്. ഇവിടെ മഞ്ഞുകളൊക്കെ മൂടിക്കിടക്കുന്നത് കാണാൻ പറ്റും. ഈ മഞ്ഞാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. നിങ്ങൾ മിക്കവാറും ഷോർട്സിൽ കണ്ടു കാണുമല്ലോ മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു വീഡിയോ. അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം അവിടുത്തെ ക്ലൈമറ്റും അവിടുത്തെ കാലാവസ്ഥയും പിന്നെ അവിടുത്തെ ടൈമിങ് അത് വളരെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ആ ബോട്ടിങ്ങൊക്കെ ചെയ്ത ആമ്പലുകൾ സ്ഥലം ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ തന്നെ വരണം, അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഇത് കാണാൻ പറ്റത്തില്ല. അപ്പോൾ
ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഗൈസ് ഇതാണ് ഞങ്ങളുടെ വാഗമൺ ടൂർ പാർട്ട് 2. അപ്പോൾ ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. പിന്നെ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് പോയി. അപ്പോൾ ഗൈസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റ. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.